ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നലെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ബിസിനസ്സാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്തിക്കൽ ഡൈലമ ഇൻ ബിസിനസ്. ഈ ഡൈലമ എന്നുള്ള വേർഡ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. യു മൈറ്റ് ബി നോയിങ് ദ മീനിങ് ഓൾസോ. ഡൈലമ ഈസ് ആക്ച്വലി എ കൺഫ്യൂഷൻ. ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ ആ ഓൾട്ടർനേറ്റീവ്സിന് എനിക്കൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, എന്ത് വേണം എന്നുള്ളത്. ആ കൺഫ്യൂഷനെയാണ് നമ്മൾ ഡൈലമ എന്ന് പറയുന്നത്. എത്തിക്കൽ ഇഷ്യൂ ഇസ് വെൻ എ മാറ്റർ ഹാസ് ബോത്ത് ആസ്പെക്ട് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി, ഡൈലമ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് one has to choose between two undesirable things or course of action. ഇവിടെ ഡൈലേമ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇതിൽ ഈ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഡിസൈറബിൾ തിങ്സ് ആണ്. അൺഡിസൈറബിൾ തിങ്സ് അതായത് നല്ലതല്ലാത്ത റിസൾട്ടുകളാണ് ഉണ്ടാവുക, നല്ലതല്ലാത്ത ആക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ നല്ലതല്ലാത്ത ആക്ഷൻസിന്, അൺഡിസൈറബിൾ തിങ്സിനായിരിക്കും നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കേണ്ടി വരും. നമ്മൾ നിർബന്ധിതരായിരിക്കും, ഇങ്ങനൊരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കണം, പക്ഷെ രണ്ടും അത്ര നല്ലതല്ല, അപ്പോൾ ഏത് എടുക്കണം എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ആ ഒരു സ്റ്റേറ്റിനെ പറയുന്നതാണ് എത്തിക്കൽ ഡൈലമ. ഇൻ ദിസ് സിറ്റുവേഷൻ ഇൻ വിച്ച് ടു ഡിസൈഡ് ആൻഡ് ഓപ്റ്റ് ഫോർ വൺ വുഡ് റിസൾട്ട് ഇൻ ഗോയിങ് ഫോർ അനദർ. ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് എന്താ അർത്ഥം, മറ്റേത് എന്തായാലും നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെൻഷൻ ദാറ്റ് ഡൈലമ ഇസ് നോട്ട് കൺഫ്രണ്ടിങ് ചോയ്സസ്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് ടു സിറ്റുവേഷൻസ് ഈച്ച് ഓഫ് വിച്ച് ലീഡ് ടു അൺഡിസൈറബിൾ കോൺസിക്വൻസ്. രണ്ട് സിറ്റുവേഷൻ ഉണ്ട്, രണ്ടും അൺഡിസൈറബിൾ കോൺസിക്വൻസാണ്. അതൊന്നും നമ്മളൊന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും. Ethical dilemma is when one is faced with a multiple option of choices or a confusion of understanding based on ethics or lack of it. നമുക്ക് എത്തിക്സ് അറിയണ്ടായിരിക്കും, നമുക്ക് റൈറ്റും റോങ് ഏതാണെന്ന് തിരിച്ചറിയേണ്ടായിരിക്കും. അറിയാം, നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിവുണ്ടാവില്ല. അപ്പോൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ആക്ഷൻസിന് നിങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കണം. ആ ഒരെണ്ണം തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കൺഫ്യൂഷനെ പറയുന്നതാണ് ഡൈലേമ എന്നുള്ളത്. ഡൈലേമ മേ അറൈസ് ഔട്ട് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ബിഹേവിയർ ഓഫ് ആറ്റിറ്റ്യൂഡ്, കോൺഫ്ലിക്റ്റ് ഓഫ് പേഴ്സണൽ വാല്യൂസ്, ഓർഗനൈസേഷൻ ഗോൾസ് വേഴ്സസ് സോഷ്യൽ വാല്യൂസ്. അതായത് നമ്മളിങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു കാര്യം തിരഞ്ഞെടുക്കണമെന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യമാണോ നോക്കേണ്ടത്, സ്ഥാപനത്തിൻ്റെ താല്പര്യമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആൾക്കാർ എന്ത് ചിന്തിക്കുന്നതാണോ നോക്കുന്നത്, നമ്മുടെ പേഴ്സണൽ വാല്യൂസോ നമ്മുടെ ആറ്റിറ്റ്യൂഡോ ആണോ, അല്ലേ? നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അവസരം ഉണ്ടാവും. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ അയ്യോ നമ്മുടെ ബന്ധുക്കൾ നമ്മൾ എന്ത് പറയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ബന്ധുക്കളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഒരു കാര്യം തീരുമാനിക്കേണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്താൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. Dilemma may arise out of various sources of behavior of attitude, conflict of personal values and organizational goals. This is also called as ethical paradox. ഇതിന് നമുക്ക് എന്തെന്നും പറയാം, ഡൈലേമ എന്നുള്ള വാക്കും ഉപയോഗിക്കാം, പാരഡോക്സ് എന്നുള്ള വാക്കും ഉപയോഗിക്കാം. സോ ethical dilemma or ethical paradox is a problem in the decision making process between two possible options, neither of which is absolutely acceptable from an ethical perspective. ഒരു എത്തിക്കൽ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ ഏത് തീരുമാനം എടുത്താലും അത് നല്ലതല്ല. അതാണ് എത്തിക്കൽ ഡൈലമ അല്ലെങ്കിൽ പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നൗ അക്കോർഡിംഗ് ടു ഡോ വാലസ്, an ethical dilemma exists when one is faced with having to make choice among alternatives. സെയിം കാര്യം തന്നെ പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് വാല്യൂ കോൺഫ്ലിക്റ്റിംഗ് എമംഗ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. നമുക്ക് പല താല്പര്യങ്ങളും ഉണ്ടായിരിക്കും, നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ വാല്യൂസൊക്കെ അതിനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് നല്ല സത്യസന്ധനായിട്ടുള്ള ഒരാളാണെങ്കിൽ തെറ്റായിട്ടുള്ളൊരു മാർഗ്ഗം ഒരിക്കലും അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ദെൻ റിയൽ ഓൾട്ടർനേറ്റീവ്സ് ദോസ് ആർ ഈക്വലി ജസ്റ്റിഫയബിൾ. ഈ ഏതെടുത്താലും നമുക്ക് കൃത്യമായിട്ട് ഈക്വലി ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളൊരു ഉത്തരം അതിന് പറയാനുണ്ടായിരിക്കണം. സിഗ്നിഫിക്കൻറ്റ് കോൺസിക്വൻസ് ഓൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ സിറ്റുവേഷൻ. ആ നമ്മളെടുത്ത തീരുമാനം ആരെയൊക്കെ ബാധിക്കാൻ ചിലപ്പോൾ അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ എല്ലാ തൽപര കക്ഷികളും, അല്ലെ? ഒരു സ്ഥാപനത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. ആ സ്ഥാപനത്തിൽ പൈസ മുടക്കിയിട്ടുള്ള ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ആ സ്ഥാപനം അവിടെ നിലകൊള്ളുന്നത് കൊണ്ട് ആർക്കൊക്കെ ഗുണമുണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ടാവാം, എംപ്ലോയീസ് ഉണ്ടാവാം, സൊസൈറ്റി, ഗവൺമെൻറ്,
അതിൻ്റെ ഓണേഴ്സ് എല്ലാവരും കൂടി പറയണ പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഈ നമ്മളെടുത്ത തീരുമാനത്തിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ ബാധിക്കണം, അവരിൽ മേലുള്ള കോൺസിക്വൻസ്, ഇതൊക്കെ എന്തുണ്ടാവും, എത്തിക്കൽ ഡയലമ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചൂസ് ചെയ്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. Now Kidder viewed that ethical dilemma are genuine dilemmas precisely because each side is firmly rooted in one of our basic core values. Four such dilemmas are so common to our experience so that they stand as models, patterns or paradigm. ഏതൊക്കെയാണ് ഈ പറഞ്ഞ 4 ഡയലമാസ് ഉള്ളത്? ട്രൂത്ത് വേഴ്സസ് ലോയൽറ്റി. സത്യസന്ധനാവണോ, ഞാൻ നല്ല ലോയലായിട്ട് പെരുമാറണോ, നല്ല ആത്മാർത്ഥത ഉള്ള ആൾ, കമ്മിറ്റഡ് ആളായിട്ടാണോ പെരുമാറേണ്ടത്? ഇൻഡിവിജ്വൽ വേഴ്സസ് കമ്മ്യൂണിറ്റി. എൻ്റെ ഇൻഡിവിജ്വൽ താല്പര്യമാണോ കമ്മ്യൂണിറ്റിയുടെ താല്പര്യമാണോ ഞാൻ നോക്കേണ്ടത്? ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ജസ്റ്റിസ്. അവിടെ ശരിക്കും നിയമപരമായിട്ടുള്ള കാര്യമാണോ ഞാൻ ചിന്തിക്കേണ്ടത്, അതോ കാരുണ്യത്തിൻ്റെ ഒരു ബേസിസ് ആണോ ഞാൻ ഏറ്റെടുക്കേണ്ടത്? അങ്ങനെ പല ചിന്തകളും നമ്മുടെ ഇടയിൽ കൂടി കടന്നു പോകാം. In the words of Immanuel Kant, there are two mysterious systems in the world, the starry heavens above and moral laws within. അല്ലേ, രണ്ട് മിസ്റ്റീരിയസ് നിഗൂഢമായിട്ടുള്ള രണ്ടൊരു കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന് സ്വർഗമുണ്ടെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോറൽ ലോസും. In simple terms, ethical dilemma is a situation in which individuals are required to define right and wrong content. ഈ എത്തിക്കൽ ഡയലമ വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം ഏതാണ് ശരിയുമായിട്ടുള്ള തെറ്റുമായിട്ടുള്ള പെരുമാറ്റം എന്നുള്ളത്. Ethical dilemmas are different from ethical issues in the sense that while ethical issues involve two options, yes or no making decision. അല്ലെ, എത്തിക്കൽ ഇഷ്യൂ പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കണോ വേണ്ടേ എന്നുള്ളതാണ്. There may be multiple choices involved in ethical dilemma and the person doesn't know what is right. ഡയലമയുടെ പ്രത്യേകത എന്താ? ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടാവും, ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. ആ ഉത്തരങ്ങളൊക്കെ എന്തായിരിക്കാം? അൺഡിസൈറബിൾ ആയിരിക്കാം. പക്ഷെ നമുക്ക് അറിയില്ല ഇതിലേതാണ് ശരിയെന്നും തെറ്റെന്നും. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിനെയാണ് നമ്മൾ എത്തിക്കൽ ഡയലമ എന്ന് പറയുന്നത്. എത്തിക്കൽ കോൺഫ്ലിക്റ്റ് ഇസ് വെൻ the choice become difficult or complex, perhaps with added pressure to act. Even though we face many ethical and moral problems in our life, most of them come with relatively straightforward solutions. നമ്മുടെ ജീവിതത്തിലുള്ള നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം തന്നെ നമുക്ക് അതിൽ കറക്റ്റായിട്ട് ഒരു ഉത്തരം ഉണ്ടാവാം ചിലപ്പോൾ. ബട്ട് ഇൻ ethical dilemmas are extremely complicated challenges that cannot be really solved. പക്ഷേ എത്തിക്കൽ ഡയലമ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് സൊല്യൂഷൻ കിട്ടാത്ത തരം പ്രശ്നങ്ങളാണ്. Therefore, the ability to find optimal solution for a dilemma is critical to everyone. അതുകൊണ്ട് തന്നെ ഈ ഡയലമയ്ക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമില്ല. Now, people's inability to determine optimal solution for ethical dilemma in the profession setting may result in serious consequence for business and organization. ഇനി ബിസിനസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം എത്തിക്കൽ ഡയലമ, ഇത്ര നേരം പറഞ്ഞത് എത്തിക്കൽ ഡയലമയുടെ ജനറൽ ആസ്പെക്ട്സും പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷ വ്യൂ പോയിന്റിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്തിക്കൽ ഇഷ്യൂസിൻ്റെ അവിടെ എഴുതാൻ നിങ്ങൾക്ക് ദർ ഇസ് നോ പ്രോബ്ലം. കുറേ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി, ഫെയർനെസ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ എത്തിക്കൽ ഡയലമ വരുമ്പോൾ ഇതൊക്കെ പാരഗ്രാഫായിട്ടാണ് എഴുതിക്കുന്നത്. യു ജസ്റ്റ് ഫസ്റ്റ് റൈറ്റ് എന്താണ് എത്തിക്കൽ ഡയലമ. അൺഡിസൈറബിൾ ആക്ഷൻസും ആണ് ഉള്ളത്. നമുക്ക് വി ഹാവ് പ്ലെൻറ്റി ഓഫ് അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്. അതൊന്ന് നമ്മൾ ഒരു ആക്ഷൻ എടുക്കണം. അത് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എത്തിക്കലായിട്ടുള്ളത് ഏതാണെന്ന് അറിയാണ്ടിരിക്കാം. ആ എത്തിക്കൽ കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഡയലമ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് എഴുതിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ബിസിനസ്സിൽ വരുമ്പോൾ ഈ എത്തിക്കൽ ഡയലമ എന്താണ്ടാവുക? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസും കോൺസിക്വൻസും ഉണ്ടാക്കും. ദ സിറ്റുവേഷൻ മേ ബി കോമൺ ഇൻ കമ്പനീസ് ദാറ്റ് വാല്യൂ റിസൾട്ട് ദി മോസ്റ്റ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നല്ല വാല്യൂ ബേസ്ഡ് എത്തിക്സ് കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള നല്ല റിട്ടൺ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉള്ള പ്രിൻസിപ്പിൾസൊക്കെ ഉള്ള സ്ഥാപനമാണെങ്കിൽ ഇത്തരം പ്രശ്നം വന്നാൽ അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സ്ഥാപനമാണെങ്കിൽ അവർ ശരിക്കും ബുദ്ധിമുട്ടും. In order to solve ethical problems, companies and organizations should develop strict ethical standards for their employees. ഓക്കെ, അപ്പോൾ ഈ ഡയലമ ഒഴിവാക്കണമെങ്കിൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് തുടങ്ങുമ്പോൾ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എംപ്ലോയീസിനോട് എന്ത് പെരുമാറ്റം, എന്ത് പ്രശ്നം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ എഴുതി കൃത്യമായി വെച്ചിരിക്കണം. ഓക്കെ, എവരി കമ്പനി മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ് കൺസേൺ റിഗാർഡിംഗ് എത്തിക്കൽ നോംസ് വിതിൻ ദി ഓർഗനൈസേഷൻ. അവിടെ എഴുതി വെച്ചിരിക്കണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഞങ്ങളുടെ സ്ഥാപനം ഇതാണ്, ഞങ്ങളുടെ വാല്യൂസ് ഇതാണ്, ഞങ്ങളുടെ എത്തിക്സ് ഇതാണ്. ഇതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വി ആർ ഗോയിങ് ടു സോൾവ് ഇറ്റ് ലൈക്ക് ദിസ്. ഇൻ അഡീഷൻ, കമ്പനീസ് മേ പ്രൊവൈഡ് എത്തിക്കൽ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ്. ഈ സ്ഥാപനങ്ങൾക്ക് എന്ത് കൊടുക്കണം? എത്തിക്കൽ
ട്രെയിനിങ്ങും കൊടുക്കണം, അല്ലെ എംപ്ലോയീസിന് കൊടുക്കണം. ഞങ്ങൾക്ക് എത്തിക്സ് ഫോളോ ചെയ്യുന്ന സ്ഥാപനമാണ്, ഞങ്ങൾ ആ ട്രെയിനിങ്ങും എംപ്ലോയീസിന് കൊടുത്തേ മതിയാവും. ബിസിനസ് ഡയലമ എക്സിസ്റ്റ് വെൻ ആൻ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കർ ഫേസസ് എ ചോയ്സസ് ബിറ്റ്വീൻ 2 or more options that will have various impact on organization profitability and competitiveness. ബിസിനസ്സിലെ ഡയലമ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തിനൊക്കെ ബാധിക്കാം? സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ, കോമ്പറ്റീറ്റീവ്നെസ്സിനെ, ഷെയർ ഹോൾഡേഴ്സിനെ, അതിൻ്റെ റെപ്യൂട്ടേഷനെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ബാധിക്കുന്ന കാര്യമാണത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഇൻ ദ സിറ്റുവേഷൻ ഓഫ് ദിസ് കൈൻഡ് വൺ മസ്റ്റ് ആക്ട് ഔട്ട് ഓഫ് കോഷ്യസ്നെസ് ടു ടേക്ക് എ ബെറ്റർ ഡിസിഷൻ. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദി എൻഡ് വർക്കേഴ്സ് മേ ലൈക്ലി ഫേസ് മെനി ഡയലമാസ് ഇൻ ദെയർ കരിയേഴ്സ്. അവർക്ക് ജോലിയിലൊക്കെ ഇത്തരം പ്രോബ്ലംസ് വരും. കമ്പനി ഷുഡ് പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ ടു അസിസ്റ്റ് ദം ഇൻ മേക്കിംഗ് റൈറ്റ് ഡിസിഷൻ. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ അവർക്ക് ട്രെയിനിങ്ങും ഇൻഫോർമേഷനും ഒക്കെ കൊടുക്കുക, കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് വേണം കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ദ സെയിം തിങ് ഇസ് റിപ്പീറ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റോപ്പ് ടുഡേ. അടുത്ത ദിവസം നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് എത്തിക്കൽ ഡയലമിങ്, ടൈപ്സ് ഓഫ് എത്തിക്കൽ ഡയലമിങ് നോക്കാം. താങ്ക് യു ചിൽഡ്രൻ.